കേറിവാട മക്കളയിൽ നാലാമത്തെ ചോദ്യം ഇതാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രം എത്ര കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചതിനാണ് പോലീസ് തടഞ്ഞു നിർത്തുന്നത്? എ 140, ബി 100, സി 120 കിലോമീറ്റർ. ഇതിന്റെ പുറകിൽ വേറൊരു സാധനമുണ്ട്, ഞങ്ങൾക്ക് കഥയുണ്ട്, ഞാൻ പറയാം. ഇപ്പൊ ഉത്തരം പെട്ടെന്ന് പറയണതുകൊണ്ട് ഞാനത് പറയാം. നമുക്ക് ഡ്രൈവിംഗിൽ ഭയങ്കര സ്മാർട്ടാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര സ്പീഡിൽ ഓടിച്ചാലും സേഫ് ആയിരിക്കും, നമുക്കത് കൺട്രോൾ ചെയ്തിട്ട്. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നൊക്കെ പറഞ്ഞ ലൊക്കേഷനിലേക്ക് വരും, നമ്മൾ തട്ടിപ്പോവും, ആരാ മമ്മൂക്ക് വന്നാന്ന് പറയും. അപ്പം സ്പീഡ് ആയതുകൊണ്ട് 140. ഞാൻ മമ്മൂക്കയും എ 140നെയും ഒരുമിച്ചെടുത്തിട്ട് പൂട്ടി അവിടെ വയ്ക്കാം. ഇനി മമ്മൂക്ക 140 ഓടിച്ച എന്റെ സ്വഭാവം മാറും. പറഞ്ഞേരോ കാണുമ്പോ. എ 140 കിലോമീറ്റർ. മമ്മൂക്ക പറയുന്നു 140 അല്ല, 180 അല്ല, 220 വരെ നമ്മുടെ സ്പീഡോമീറ്ററിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ പോകും. പക്ഷെ ഇത് 140 ഉള്ളൂ. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. 8000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. തുറന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുക, പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ട്. പരാജയമായിരുന്നു. പക്ഷെ പ്രേമം എന്താന്ന് അറിയാത്ത സമയത്തുള്ള പ്രേമമായിരുന്നു. എത്ര വയസ്സില്? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. ഞാനിങ്ങനെ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ വന്ന് നോക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. അത് പറയണോ? അതിനൊക്കെ ഇപ്പം സുഖമായിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കല്ലേ. അപ്പൊ അത് പ്രേമം എന്താന്ന് അറിയില്ല. ഒരു വർഷം എടുത്ത് എസിനി ഒന്ന് നിക്കടോന്ന് പറഞ്ഞപ്പോ എന്താടോന്ന് ചോദിച്ചു. ഒരു പോക്കറ്റിൽ നിന്ന് ഒരു കത്തെടുത്ത് തന്നു. അതെടുത്ത് ഞാൻ ബുക്കിന്റെ അടിയിൽ വെച്ചു. സ്കൂളിൽ ചെന്ന് എന്താന്നറിയില്ല, സ്കൂളിൽ ചെന്ന് വായിച്ചില്ല. സ്കൂളിൽ ചെന്ന് കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ട്, ആദ്യമായിട്ട് കിട്ടുന്ന ലെറ്റർ അല്ലേ, കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ട് നോക്കുമ്പോൾ തെസ്നീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം 8ാം ക്ലാസ്സിൽ പഠിക്കാനേ കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ത്രില്ലായി. ഇങ്ങനെ ഇപ്പൊ പ്രായത്തിലെ കല്യാണാലോചന വരാന്ന് പറയുമ്പോൾ ഭയങ്കര ഇതല്ലേ. എന്നിട്ട് ഞാൻ അത് കീറിക്കളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് മടക്കി ബുക്കിന്റെ അടിയിൽ വെച്ചു. വീട്ടിൽ വന്ന് 5 മണിക്ക് കാപ്പിയൊക്കെ കുടിച്ച് പഠിക്കാനിരിക്കുന്ന സമയത്ത് വീണ്ടും ബുക്ക് തുറന്ന് ഇതിരുന്ന് വീണ്ടും വായിക്കുക. അപ്പൊ മമ്മി പുറകിൽ പിടിച്ച് അതോടുകൂടി വീണ അത് പോയി. അവനെ വിളിച്ച് പറഞ്ഞു, മേലാൽ ഇങ്ങനത്തെ പടി ചെയ്യരുത്, പഠിക്കുകയാണ്, കുട്ടികളാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ പോയി. കഷ്ടമായി പോയി. അപ്പോ കേറിവാട മക്കളയിൽ 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ കാണാം. ഞാനീ ചുണ്ടിൽ മുത്തം വെക്കാം, മീവൽ പക്ഷി കൂടെ പോര് നേരമായി. ചോദ്യം, ഇത് ഈ ഗാനത്തിന്റെ ഏത് ഭാഗമാണ്? ഓപ്ഷൻ എ പല്ലവി, ബി അനുപല്ലവി, സി ചരണം. ഇത് അനുപല്ലവിയാ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചരണം എന്നാണ്. പല്ലവി, അനുപല്ലവി, ചരണം, അങ്ങനെയാണ് പോകുന്നത്. ചരണമാണോ പല്ലവിയാണോ? പല്ലവിയല്ല, അനുപല്ലവി. പല്ലവി കഴിഞ്ഞിട്ടാണ് അനുപല്ലവി വരുന്നത്. അതെ അതെ. അത് കഴിഞ്ഞിട്ട് 3ാമത് വരുന്നതാണ് ചരണം. ഇത് ചരണല്ല, അത് അനുപല്ലവിയാ. അയ്യോ തെറ്റിയോ? ആണ്, ഇതിന്റെ തുടക്കം കിട്ടുന്നില്ല എനിക്ക്. അയ്യോ. അപ്പോ അനുപല്ലവി നമുക്ക് പൂട്ടാം, ഉറപ്പാണ്. തുടക്കം കിട്ടിയില്ലെങ്കിലും എടുത്തിട്ട് പൂട്ടാം അല്ലേ? ആണ്. ബി അനുപല്ലവി ആൻസർ ഞാൻ എടുത്തിട്ട് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. പാല് കുടിക്കാറുണ്ട്? പാല് ഇപ്പം അങ്ങനെയില്ല. മുട്ട കഴിക്കാറുണ്ട്? വൈറ്റ്, എഗ് വൈറ്റ്. അപ്പം ഈ പാലും മുട്ടയും കൂടെ ഒരുമിച്ച് തരുന്നൊരു ജീവി ഏതാണ്? പശുവല്ല. അല്ല, കോഴിയല്ല. പിന്നെ പാല് തരുന്നത് കങ്കാരു അല്ല, മുട്ടയിടോ? കങ്കാരു മുട്ടയില്ല, പ്രസവിക്കുകയാണല്ലോ. പശുവും കോഴിയും കൂടെ ചേർന്ന് പോഴി എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തരുന്നില്ല ആരും, വെറുതെ പറഞ്ഞ സാറേ. പറയട്ടെ. കടക്കാരൻ. ഓ എന്റെ അമ്മോ, അത്ര കൂടെ പോയില്ല. ശരിയാണല്ലോ, നമ്മുടെ കടക്കാരനല്ലേ. ജീവി എന്ന് പറഞ്ഞേ. പുള്ളി ഒരു ജീവിയല്ലേ, ഒരു മനുഷ്യജീവി. ഓ മനുഷ്യജീവി. പോയില്ല. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഉത്തരം ശരിയാണെന്ന് നോക്കാം. ബി അനുപല്ലവി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
10,000 രൂപ സമ്മാനമായി ഇതാ ടെസ്നിയുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. താങ്ക് യു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത് ഇതിന്റെ ഒരു അത് അത്